السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. ഫിഖ് പാഠം 117. മറ്റേത് ആരാധനകളെയും പോലെ തന്നെ ഉളഹിയ്യത്ത് കർമ്മവും സാധുവാകാൻ വളരെ പ്രധാനപ്പെട്ട ഉപാധിയാണ് നിയ്യത്ത് ഉണ്ടാവുക എന്നുള്ളത്. കാരണം ഉളഹിയ്യത്ത് കർമ്മവും ഒരു ആരാധനയാണല്ലോ. വതുസ്തറത്തു നിയ്യത്തു ലിഅന്നഹാ ഇബാദ എന്നാണ് തുഹ്ഫയിൽ കാണുക. ഉളഹിയ്യത്ത് കർമ്മം സാധുവാകണമെങ്കിൽ നിയ്യത്ത് ഷർത്താണ്. എപ്പോഴാണ് നിയ്യത്ത് വേണ്ടത്? നിയ്യത്ത് വേണ്ടത് അറവിൻ്റെ സമയത്താണ്. കൗനുഹാ ഇന്ദ ദബ്ഹി, അറവിൻ്റെ സമയത്ത്. കാരണം അന്നൽ ഇഖ്തിറാനുഹാ ബി അവ്വലിൽ ഫിഅലി, ഏതൊരു കർമ്മവും അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിനോട് ആ നിയ്യത്ത് ചേർന്ന് വരിക എന്നതാണല്ലോ അടിസ്ഥാനം. അപ്പോൾ അറവ് തുടങ്ങുമ്പോഴാണ് നിയ്യത്ത് വേണ്ടത്. ഉളഹിയ്യത്ത് ഉദ്ദേശിച്ച വ്യക്തി സ്വന്തം അറവ് നടത്തുകയാണെങ്കിൽ അയാൾ അറവ് തുടങ്ങുന്ന സമയത്ത് നിയ്യത്ത് വെക്കണം. അതല്ല, അയാൾ മറ്റൊരാളെ ഏൽപ്പിക്കുകയാണെങ്കിൽ ആ ഏൽപ്പിക്കപ്പെട്ട വ്യക്തി അറവ് തുടങ്ങുന്ന സമയത്ത് ഇദ്ദേഹം നിയ്യത്ത് വെക്കണം. അല്ലെങ്കിൽ നിയ്യത്ത് വെക്കാൻ മറ്റൊരാളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നിയ്യത്ത് വെക്കണം. ഏതായാലും ഒന്നുകിൽ അറവിൻ്റെ സമയത്ത് നിയ്യത്ത് ഉണ്ടായിരിക്കണം. ഇനി വയജൂസു തഖ്ദീമുഹ അലൈഹി, അറവിൻ്റെ മുമ്പേ നിയ്യത്ത് വെക്കാം എന്ന് തുഹ്ഫയിൽ കാണാം. അതെപ്പോഴാണ്? എന്ത തഈനി, ഈ മൃഗത്തെ ഉളഹിയ്യത്ത് കർമ്മത്തിന് വേണ്ടി നിർണയിക്കുന്ന സമയത്ത്, വേർതിരിക്കുന്ന സമയത്ത്. അപ്പോൾ താൻ ഉളഹിയ്യത്ത് കർമ്മത്തിന് വേണ്ടി ഒരു മൃഗത്തെ നിർണയിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിർണയിച്ചതിന് ശേഷം അറവിൻ്റെ മുമ്പെയായി അപ്പോൾ നിയ്യത്ത് ഉണ്ടായാലും മതിയാകും. മറ്റൊരാളെ അറവിന് വേണ്ടി ഏൽപ്പിക്കുകയാണെങ്കിൽ ആ മൃഗത്തെ ആ വ്യക്തിക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് നിയ്യത്തുണ്ടായാലും മതിയാകും. ചുരുക്കത്തിൽ അറവ് നടക്കുന്ന സമയത്തോ അതല്ലെങ്കിൽ അറവിന് വേണ്ടി മൃഗത്തെ നിശ്ചയിക്കുന്ന സമയത്തോ നിശ്ചയിച്ചതിന് ശേഷമോ നിയ്യത്ത് ഉണ്ടായിരിക്കണം. ലാ തഅഖീറുഹ, അറവ് നടന്നതിന് ശേഷം നിയ്യത്ത് വെച്ചതുകൊണ്ട് കാര്യമില്ല, അത് ഉളഹിയ്യത്ത് കർമ്മമായി പരിഗണിക്കപ്പെടുകയില്ല. കേവലം ഒരു മാംസം കഴിക്കാനുള്ള അറവ് മാത്രമായിട്ടേ അതിനെ പരിഗണിക്കപ്പെടുകയുള്ളൂ. നിയ്യത്ത് എന്ന് പറയുന്നത് മഅലൂമുൻ അന്നഹാ ബിൽ ഖൽബി, അത് ഹൃദയത്തിലാണ് എന്നത് പറയേണ്ടതില്ലല്ലോ. ഹൃദയത്തിലാണ് നിയ്യത്ത് വേണ്ടത്. ഇത് എൻ്റെ സുന്നത്തായ ഉളഹിയ്യത്താണ്, എൻ്റെ സുന്നത്തായ ഉളഹിയ്യത്തിനെ ഞാൻ കരുതി, അല്ലെങ്കിൽ സുന്നത്തായ ഉളഹിയ്യത്തിനെ ഞാൻ വീട്ടുന്നു എന്നിത്യാദി നിയ്യത്തുകൾ ഹൃദയത്തിൽ കൊണ്ടുവരണം. അതോടൊപ്പം വതുസന്നു ബിൽ ലിസാൻ, നാവ് കൊണ്ട് പറയൽ സുന്നത്തും ഉണ്ട്. നവേത്തുൽ ഉദ്ഹിയ്യത്തുൽ മസ്നൂന, അല്ലെങ്കിൽ നവേത്തു അദാ സുന്നത്തി തദ്ഹിയ, ഞാൻ സുന്നത്തായ ഉദ്ഹിയ്യത്തിനെ കരുതി സുന്നത്തായ ഉദ്ഹിയ്യത്തിനെ ഞാൻ വീട്ടുന്നു എന്നിത്യാദി നിയ്യത്തുകൾ മനസ്സിൽ കൊണ്ടുവരികയും നാവ് കൊണ്ട് പറയുകയും ചെയ്താൽ നിയ്യത്തിൻ്റെ നിർബന്ധവും അതിൻ്റെ സുന്നത്തും എല്ലാം കൂടെ ചേർന്ന പരിപൂർണമായ ഒരു നിയ്യത്ത് ആയിത്തീരും. ഇങ്ങനെ നിയ്യത്ത് ഉണ്ടാകുമ്പോൾ മാത്രമേ നമ്മുടെ
ബലികർമ്മം സാധുവാവുകയുള്ളൂ എന്ന് പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. അറവൊക്കെ നടന്ന് അതിന് ശേഷം ആണ് നിയ്യത്ത് വച്ചില്ലല്ലോ എന്ന് ഖേദിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേക ഫലമുണ്ടാകില്ല. ആ നടന്ന അറവ് ഉദ്ഹിയ്യത്തായി പരിഗണിക്കപ്പെടുകയില്ല. ഇക്കാര്യം കൃത്യമായി മനസ്സിലാക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.